ജീവിതത്തിൽ വിജയിക്കാൻ ആഗ്രഹമില്ലാത്തവർ ആരാണുള്ളത്? ജീവിതത്തിൽ വിജയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്താണെന്ന് അറിയുമോ? സഹകരണം അഥവാ കോഓപ്പറേഷൻ. ചാൾസ് ഡാർവിൻ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്, ശക്തിയുള്ളവരുടെ അതിജീവനം എന്നൊരു സിദ്ധാന്തം അവതരിപ്പിക്കുന്നുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നു, ഈ പരിണാമത്തിൽ ശക്തിയുള്ളവ അതിജീവിക്കും. ശക്തിയുള്ളവ എന്നതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത് കരുത്തുള്ളവ എന്നല്ല, മറിച്ച് സഹകരിക്കുന്നവ എന്നാണത്രേ. സഹകരിക്കുന്നവർ, തൻ്റെ സാഹചര്യങ്ങളോട് തൻ്റെ ചുറ്റുപാടുകളോട് സഹകരിച്ചു പോകാൻ കഴിയുന്നവരാണ് എപ്പോഴും അതിജീവിക്കുക. അപ്പം നാം ആയിരിക്കുന്ന സാഹചര്യത്തിൽ നാമുമായിട്ട് ബന്ധപ്പെടുന്ന ആൾക്കാരോട് നമുക്ക് സഹകരിക്കാൻ കഴിയുന്നുണ്ടോ? അതിന് സഹകരണത്തിൻ്റെ ആവശ്യകത വെളിവാക്കുന്ന ഒരു കഥയാവട്ടെ ഇന്ന്. ഒരു കൃഷിക്കാരന് ഒരു കുതിരയും കഴുതയും ഉണ്ടായിരുന്നു. ഈ ജീവികളെ അദ്ദേഹം ഉപയോഗിച്ചിരുന്നത് തൻ്റെ കൃഷിയിടത്തിൽ നിന്നും സാധനങ്ങൾ ചന്തയിൽ എത്തിക്കുന്നതിനായിരുന്നു. അങ്ങനെ അവർ അവരുടെ തൊഴിൽ നന്നായി ചെയ്തു പോന്നു. ഒരു ദിവസം ഈ ചന്തയിലേക്ക് പോകും വഴി കഴുതയ്ക്കൊരല്പം ക്ഷീണം നേരിട്ടു. കഴുത തൻ്റെ കൂട്ടുകാരനായ കുതിരയോട് പറഞ്ഞു, ഒരല്പം ചുമട് നീ എടുക്കുമോ? എനിക്ക് വല്ലാത്ത ക്ഷീണം. കുതിര അഹങ്കാരത്തോടെ പറഞ്ഞു, ഇല്ല, നിന്നെ ഏൽപ്പിച്ചത് നീ എടുക്കുക, എന്നെ ഏൽപ്പിച്ചത് ഞാൻ എടുക്കും. അപ്പോൾ കഴുത വീണ്ടും അഭ്യർത്ഥിച്ചു, സഹകരിക്കൂ ചങ്ങാതി, എനിക്ക് വയ്യാഞ്ഞിട്ടാണ്. അതൊന്നും പറഞ്ഞാൽ കാര്യമില്ല, അവനവൻ്റെ ചുവട് അവനവൻ തന്നെ എടുക്കണം. കുതിര ശാഠ്യം പിടിച്ചു. ഒരല്പം കഴിഞ്ഞപ്പോൾ കഴുത തളർന്നു വീണു. കൃഷിക്കാരൻ എന്ത് ചെയ്തെന്നറിയുമോ? കഴുതയുടെ പുറത്തുണ്ടായിരുന്ന ചുമടുകളെല്ലാം എടുത്ത് കുതിരയുടെ പുറത്ത് വെച്ചു. വളരെ ക്ഷീണിതനായി ഏങ്ങി ഏങ്ങി കുതിരയ്ക്ക് ചന്തയിലേക്ക് പോകേണ്ടി വന്നു. അപ്പോൾ കുതിരയുടെ ഉള്ളിൽ തോന്നി, ആ കഴുത എൻ്റെ കൂട്ടുകാരൻ എന്നോട് പറഞ്ഞപ്പോൾ അതിൽ ഒരു ചുമട് ഞാൻ എടുക്കാൻ സഹായിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ അവൻ്റെ ഈ ചുമട് മുഴുവൻ എനിക്ക് ചുമക്കേണ്ടി വരികയില്ലായിരുന്നു. ഒരു സഹകരിക്കാൻ ഒരു മനസ്സ് കാണിക്കാതിരുന്നതാണ് എനിക്ക് പറ്റിയ അബദ്ധം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വലിയ വിജയങ്ങൾ കൊയ്തെടുക്കണമെങ്കിൽ നമ്മുടെ വീട്ടിലുള്ളവരോട്, നമ്മുടെ അയൽവക്കത്തുള്ളവരോട്, നമ്മുടെ തൊഴിലിടങ്ങളിലുള്ളവരോട്, നമ്മൾ കാണുന്ന എല്ലാ മനുഷ്യരോടും സഹകരിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവണം. ആ മനസ്സുണ്ടാകുമ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ വിജയിക്കാനും നിലനിൽക്കാനും കഴിയുന്നത്.